ഉള്ള കാശ് ഇതാണ് നമ്മൾ പണ്ട് ഏലക്കാൻ ഉണങ്ങാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന സ്റ്റോറ് പണ്ട് കാലത്ത്. അതായത് നമ്മൾ ഫസ്റ്റ് നമ്മൾ ആ കാ എടുത്ത് ഇതെങ്ങനെ ഉണങ്ങുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആദ്യമേ ഇതിൻ്റെ കാ ഏറ്റവും ടോപ്പിൽ, അതായത് കാ എടുത്ത് വരുന്ന ദിവസം, ആദ്യം ഫസ്റ്റ് ഡേ കാ കൊണ്ടിരുന്ന ഏലക്ക എടുത്തുകൊണ്ട് വരുന്ന ദിവസം നമ്മൾ മുകളിലത്തെ തട്ടിലാണ് ഇടുന്നത്. അത് കഴിഞ്ഞ് കായുടെ ഉണക്കനുസരിച്ച് നമ്മൾ ഓരോ തട്ടിലും താഴെ ആക്കും. അപ്പം ഫസ്റ്റ് തട്ടിൽ നമ്മൾ ആദ്യത്തെ ദിവസത്തെ കായ ഇട്ട് കഴിഞ്ഞാൽ രണ്ടാമത്തെ ദിവസം നമ്മൾ അതിൻ്റെ താഴത്തെ തട്ടിലോട്ടാക്കും. കാരണം ചൂട് ആദ്യത്തെ ദിവസത്തെ കായ്ക്ക് ഒത്തിരി ചൂട് പാടില്ല. അപ്പോൾ അതനുസരിച്ച് നമ്മൾ കാ ഉണങ്ങുന്നതനുസരിച്ച് നമ്മൾ കാ താഴോട്ട് ഓരോ തട്ടിലും മാറ്റി ഇടും. അങ്ങനെ വരുമ്പോഴത്തേക്ക് ഓരോ തട്ടാകുമ്പോഴത്തേക്ക് പുതിയ കാ വരുന്നത് ഫസ്റ്റ് തട്ടിലേക്ക് വീണ്ടും കയറി വരും. അങ്ങനെ ഏറ്റില്ല അത്രയും കാ നന്നായിട്ട് ഉണങ്ങി കഴിയുമ്പോൾ നമ്മൾ ചെയ്യുന്നത് ആ കാ വരി ഏറ്റവും താഴത്തെ ഇതിൽ ഇടുകയാണ്. ഇതിൻ്റെ ഏറ്റവും അടി ഇത് പണ്ട് കാലത്തെ സ്റ്റോർ 2 ഫ്ലോറിലായിട്ടായിരുന്നു. ഗ്രൗണ്ട് ഫ്ലോറിൽ നമ്മൾ അടുപ്പും അതിൻ്റെ ആ ചൂട് മുകളിലേക്ക് വരാനായിട്ടുള്ള കുഴലുകളുമാണ് ഗ്രൗണ്ട് ഫ്ലോറിൽ നമ്മൾ ചെയ്തിരുന്നത്. അതായത് ഒരു വലിയ, അതായത് ഗ്രൗണ്ട് ഫ്ലോർ നിറച്ച് കുഴലായിരിക്കും, ഇരുമ്പിൻ്റെ ടൈപ്പ് കുഴലായിരിക്കും. ആ കുഴലിൽ നിന്നുള്ള ഹീറ്റാണ് മുകളിലേക്ക് കയറി വരുന്നത്. അതായത് നമ്മൾ താഴെ അടുപ്പും അങ്ങനെയാണ് പണ്ട് കാലത്ത് നമ്മൾ സ്റ്റോർ ഉണങ്ങിയ. ഇന്നത്തെ ആ ഒരു ഗാർമെൻറ് ഡ്രയറിന് മുന്നേ നമ്മൾ സാധാരണ ഏലക്ക ഉണങ്ങാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന രീതി ഇങ്ങനെയായിരുന്നു.